മുഴുവൻ പേരെയും കൈക്കൂലിലാക്കാൻ പ്രയത്നിക്കുന്നത്. കേരളത്തിലേക്ക് കടക്കാൻ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ തന്നെയാണ് പണം അടച്ച് പെർമിറ്റ് നേടേണ്ടത്. അന്യസംസ്ഥാന വാഹനങ്ങൾക്ക് കേരള RTO ഡിപ്പോസിൽ ₹1 പോലും നൽകേണ്ടതില്ല എന്നതാണ്. രാപകൽ ഭേദമില്ലാതെ പുറമെ നടത്തുന്ന ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നതും സർക്കാരിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. വാഴയാറിൽ നിന്നും ക്യാമറമാൻ DR അജീഷിനൊപ്പം അഭിലാൽ മനോരമാണ്. മണ്ഡലകാലത്തിന്റെ അവസാന നാളുകളായതോടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് അതിർത്തി കടന്നെത്തുന്നത്. രാപകൽ ഭേദമന്യേ വാഹനങ്ങളുടെ ഒഴുക്ക് തുടരുന്നു. അതുവഴി ഉദ്യോഗസ്ഥ പെട്ടിയിൽ വന്നു ചേരുന്ന കൈമടക്കിന്റെ അളവും തീർത്ഥാടക വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും അടക്കം വാഴയാറിലെ RTO ചെക്ക് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈക്കൂലി ഇനത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ആയിരങ്ങൾ പറയും. ചെറിയൊരു കണക്ക് നോക്കാം. അയ്യപ്പ ഭക്തന്മാരുമായി എത്തുന്ന വലിയ ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി 50 എന്ന് കണക്കാക്കിയാൽ ഈ ഇനത്തിൽ തിരിക്കുന്നത് 50 × 500 25,000 രൂപ. മിനി ബസ്സുകളുടെ എണ്ണം 100 എന്ന് കണക്കാക്കിയാൽ ഈ ഇനത്തിലോ 100 × 300 30,000 രൂപ. ഇതുകൂടാതെയാണ് കാറടക്കമുള്ള ചെറുവാഹനങ്ങളിൽ എത്തുന്നവരിൽ നിന്നും പെടുന്ന 100 രൂപ വീതമുള്ള വഴിയും. ചരക്ക് വാഹനങ്ങൾ വേറെ. അവർ ഡയറക്റ്റ് വെച്ച് വാങ്ങുന്നത് വേറെ ഏൽപ്പിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവും സമ്മതവും ഇപ്പോൾ കഴിയുമെന്നാണ് അന്വേഷണത്തിലൂടെ വ്യക്തമാവുന്നത്. ക്യാമറമാൻ DR അജീഷിനൊപ്പം അഭിലാൽ മനോരമാണ്.